ചെകുത്താൻ ഈ ഉരുൾപൊട്ടൽ എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് കൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, കേട്ടോ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, ഈ പാറപ്പുറത്തിരിക്കുന്ന ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്ന മണ്ണ് ഉണങ്ങി ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇപ്പൊ ഇച്ചിരി കുതിർന്നാലും അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങളൊരു വലിയ ഒരു കാർഡ്ബോർഡിലോ വല്ലതുണ്ടല്ലോ, കാർഡ്ബോർഡ് വേണ്ട, ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടാക്കുക, ചുരുട്ടിയിട്ട് ഇങ്ങനെ ഈ കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ക്ലേ എടുത്തോ അല്ലെ മണ്ണ് കടലിൽ പോയിട്ട് ഇങ്ങനെ മണ്ണ് പൊത്തി വെക്കണം. കേരള. ഏവർക്കും നമസ്കാരം. വയനാട് ദുരന്തം കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. എന്നാൽ ഇപ്പോഴും അവിടെ ദുരന്തമുഖത്ത് സേവന പ്രവർത്തനങ്ങളും മറ്റ് ആളുകളെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടികളും തുടരുമ്പോൾ മറ്റൊരു വിവാദം കേരളത്തിൽ കത്തിപ്പുകയുകയാണ്. മോഹൻലാൽ പട്ടാള വേഷത്തിൽ ദുരന്തമുഖത്ത് വന്നതാണ് പ്രശ്നം. ചെകുത്താൻ എന്ന ചാനലാണ് ഈ പ്രശ്നം വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളും അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ ചെകുത്താൻ അകത്താകുമെന്ന് പറഞ്ഞ് വലിയ ഉദ്ഘോഷിച്ചു. പക്ഷേ കേവലം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് ചെകുത്താൻ്റെ ഉണ്ടായ ഒരു സംസാരമുണ്ടല്ലോ, അതും നമുക്ക് കാണാം. മോഹൻലാലിൻ്റെ ഇഷ്യൂ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രമേ സംസാരിക്കുന്നതല്ല. ഞാൻ ഇവരുടെ ഒന്നും പുറകെ നടക്കുന്നില്ല, ആരുടെയും പുറകെ നടക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ ഒരു പ്രത്യേക രീതിയിൽ അതൊക്കെ വളച്ചൊടിച്ച് ഇപ്പം തന്നെ ഇതിനകത്ത് പ്രശ്നമുള്ളത് അങ്ങനെയാണ് വരുന്നത്. ആവശ്യമില്ലാത്തൊരു വാർത്ത ഇടയ്ക്ക് വരുന്നുണ്ട്. അബ്സ്കോണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ ചെകുത്താനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ഇനി എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടോ? മനുഷ്യർക്ക് തെറ്റുപറ്റാം, പക്ഷെ തിരുത്തലുകൾ അനിവാര്യമാണ്. കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ചുള്ള നമ്മളുടെ തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ആ ചോദ്യത്തിനുള്ള ആ ചെകുത്താൻ്റെ മറുപടി ഒന്ന് കേട്ടേ. മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ള സിദ്ദിഖിന്റെ പരാതിയിലായിരുന്നു നടപടി. അപ്പം അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, അങ്ങനെയല്ലത്. ആ പരാതി എന്ന് പറയുന്നത് അങ്ങനെയാ. പട്ടാള വേഷത്തിൽ വന്ന മോഹൻലാലിനെ ചില വാക്കുകൾ, ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണല്ലോ, ചില വാക്കുകളാണ് അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. കേരളത്തിൽ അഭിമാനിക്കുന്ന താരമാണ് മോഹൻലാൽ, അതോടൊപ്പം മമ്മൂട്ടി. ഇവരെ രണ്ടുപേരെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അമ്മയുടെ പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം. ഇവൻ അസഭ്യമല്ലല്ലോ പറയാം. അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായത് അതിൻ്റെ കമൻസ്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത്. ഇവനാകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ മനുഷ്യൻ ആ മേജർ രവിയിൽ നിന്ന് സെൽഫി എടുക്കുന്നു. കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? എൻ്റെ മോൻ ഒരു ചെറിയ തെറ്റല്ലേ ചെയ്തുള്ളൂ, അതിനേക്കായി വലിയ തെറ്റ് കമൻറ്റിലൂടെ ചെയ്തെന്ന അമ്മ പറയുന്നു. മക്കൾ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് എപ്പോഴും ഒരു വികാരമാണ്. പക്ഷെ തെറ്റുകൾ വന്ന് തിരുത്തുവാൻ അമ്മമാർ തയ്യാറാകണം. മകനെ തെറ്റ് പറഞ്ഞ് ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ അമ്മയ്ക്ക് മകനിലൂടെ ഇനിയും ഇത്തരം വലിയ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുകയും ചെയ്തു. എന്തിനാ പറയുക, ഈ പല വിഷയങ്ങളിലും ഭയങ്കര കടുത്ത രീതിയിൽ സംസാരിക്കുകയും വളരെ നല്ലതല്ല എന്ന രീതിയിൽ ആൾക്കാരെ ഭാഷ പ്രയോഗിക്കുകയും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ വെച്ചാൽ മകനൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? അവൻ പറയുന്നതെല്ലാം ശരിയാ. ദുരന്തമുഖത്ത് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് യൂണിഫോമിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ചെകുത്താനുണ്ട്. ഒന്ന് കേട്ടു നോക്കി. ഇവിടെ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്ന പരിപാടി ബാൻ ചെയ്യണം. ഒരാളും അങ്ങനെ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. യൂണിഫോം ഇടാം ആർക്കൊക്കെ? പോലീസുകാർ, പട്ടാളക്കാർ, ഫയർഫോഴ്സുകാർ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചെകുത്താൻ അനുവദിക്കുന്നുള്ളൂ. ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പോലീസ്, ഫയർഫോഴ്സ്, സോൾജേഴ്സ് ആരും ആയിക്കോട്ടെ, അല്ലാത്ത ഒരാളും അവിടെ യൂണിഫോം ഇട്ട് വരരുത്. അതിന് വേണ ഒരു പേര് കൊടുക്കുക. ആ ഗോഡ്സ് ഓൺ കൺട്രി എന്നോ, ദൈവം ഇല്ലാത്തതുകൊണ്ടാണ് ആ പേര്, കേട്ടോ. കുഴപ്പമില്ലെന്നാണ് ചെകുത്താൻ്റെ അഭിപ്രായം. പിന്നെ റെസ്ക്യൂ ഒന്നോ, പിന്നെ ഒരു കാര്യമുണ്ട്, സവാരി ഗിരിഗിരി കൊടുക്കരുത്. അത് മനസ്സിലായല്ലോ.
ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ആ പേര് കൊടുക്കരുത്. പിന്നെ യൂണിഫോം ബാനും വേണം 100%. അത് ഈ പ്രാവശ്യം തന്നെ ബാൻ ചെയ്യണം. അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ വേറെ കുറെ പുള്ളികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് വരും, ഇങ്ങനെ എഴുതിക്കൊണ്ട് വലിയ അക്ഷരത്തിലൊക്കെ എഴുതി പൊതിച്ചോറിനകത്ത് അതിന് കവർ ചെയ്തുകൊണ്ട് വരും. അങ്ങനെയുള്ളവർ എല്ലാ സാധനം മറ്റേ ജയലളിത ഫ്ലഡ് റിലീഫിന് സ്വന്തം ഫോട്ടോ ഇട്ടിച്ച് അരി വിതരണം ചെയ്ത പോലെ അതൊക്കെ അവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. എന്നാലും ആരുടെ കാശാണ് എന്തോ. ചിലപ്പോൾ ജയലളിത പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് മുമ്പ് എവിടെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ നിന്ന് കിട്ടിയായിരിക്കും ആ കാശൊക്കെ എടുത്തിട്ട് അവള്. എനിക്കാണ് ഇങ്ങനെയുള്ളത് നിങ്ങളെ കാണുമ്പോൾ എന്താ ആ നാട്ടിൽ കുറേ എണ്ണത്തിനെ പറ്റിക്കാൻ എളുപ്പമായതുകൊണ്ട് പറ്റിച്ച് കുറേ നാൾ മരിച്ചൊരു സ്ത്രീ. അപ്പോൾ ഇവിടെ അത് വേണ്ട, ശരിയല്ല, ഞാൻ പറഞ്ഞ ശരിയല്ല, ഇത് ബാൻ ചെയ്യേണ്ട സംഭവമല്ലേ. അല്ലേ പിന്നെ ഇല്ല, പറ്റത്തില്ല, ഒരു രീതിയിലും പറ്റത്തില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ്, ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക, എല്ലാ സംഘടനകളെ അറിയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്ന സേവനമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ ഇനി മുതൽ യൂണിഫോമിനകത്തൊരു യൂണിഫോം കോഡ് ഉണ്ട്. അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് പ്രത്യേകം പേരൊന്നും വെക്കണ്ട. അല്ലെങ്കിൽ എന്തുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർ, റെസ്ക്യൂവർ അങ്ങനെയൊക്കെ എന്തെങ്കിലും, വി ഹെൽപ്പ് എന്നോ, ഐ കെയർ എന്നോ, ഹൂ കെയർസ് എന്നോ, നത്തിങ് എൽസ് മാറ്റേഴ്സ് എന്നോ, അതും അല്ലെങ്കിൽ വേറെന്തുവാ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങ് എഴുത്. വാക്കസ്തെന്നും സവാരി ഗിരിഗിരിന്നൊന്നും എഴുതരുത്, ഭയങ്കര തറയാ, അതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതി വെക്കും, നല്ല രസമുണ്ട്. ദൈവം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ ഈ കന്യാസ്ത്രീകളെ, അച്ഛന്മാരെ, സ്വാമിമാരെ, മുല്ലാക്കന്മാരെ ഒന്നും വരാൻ പാടില്ല. അവരുടെയൊക്കെ വേഷത്തിനോട് പുള്ളിക്ക് എന്തോ ഒരു പന്തികേട്, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവിടെ കന്യാസ്ത്രീ വേഷം ഇട്ടുകൊണ്ടും അച്ഛൻ വേഷം ഇട്ടുകൊണ്ടും സ്വാമി വേഷം ഇട്ടുകൊണ്ടും മുല്ലാക്ക വേഷം ഇട്ടുകൊണ്ടും കൂടെ വരാൻ പാടില്ല. അത്രയും വേഷങ്ങൾ വന്ന് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. ഇനി അങ്ങനെയുള്ളവർക്ക് അവിടെ ശരിയാ, കന്യാസ്ത്രീമാർക്ക് ഈ പറഞ്ഞ കന്യാസ്ത്രീമാരുടെ സ്ഥിരം വേഷം ആയതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അച്ഛന്മാർ അങ്ങനെ തന്നെ, അതും പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു പരിപാടി അതിനിടയിൽ ഇങ്ങനത്തെ റിലീജിയസ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒരു ശരിയല്ല. ചെകുത്താൻ്റെ കാര്യം മാത്രമല്ല, ചെകുത്താൻ സമാനമായി യൂട്യൂബിൽ പരിപാടി ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു പയ്യൻ നമ്മൾ കണ്ടതാണ്, വയനാട്ടിലെ ആ ദുഃഖം ഉണ്ടാകുന്ന രംഗങ്ങൾ വന്നപ്പോൾ അവൻ കുറെ കോസ്റ്റുകൾ കാണിച്ച ഒരു പയ്യനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? വീഡിയോ ഉണ്ട്, ഒരു പയ്യൻ ഈ ദുരന്തം, ഈ പറഞ്ഞ പോലെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ടി വിയിൽ കാണുമ്പോൾ അതിന്റെ ഒരു ഓരോരുത്തരുടെ ദയനീയ അവസ്ഥകളൊക്കെ പറയുമ്പോൾ ചെക്കൻ ഇങ്ങനെ കാണിച്ച് ചിരിക്കുക, എന്തൊക്കെ ഗോഷ്ടി കാണിക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം കൂടി ഇപ്പോൾ അവനെ തപ്പും, ഇനി പോലീസ് പിടിക്കാൻ നടക്കും, ഭയങ്കരമായ വലിയൊരു സംഭവം നടക്കും ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലഡ് നടന്നതിന്റെ കുറ്റം മൊത്തം അവന്റെ തലയിൽ വീഴും. കട്ടവനെ കിട്ടിയവനെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. എന്ത് കാര്യം എവിടെ പറഞ്ഞാലും മോഹൻലാൽ വരും. പിന്നെ അതുകൂടാതെ ഇവിടെ നടന്ന പല ഡ്രാമകൾ, ഇപ്പൊ മോഹൻലാൽ വന്ന് കാണിച്ച പരിപാടി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ ചെറുതാ. അത് വിട്ടുകൊണ്ട് മരണ വീട്ടിലോ അല്ല ഈ പറഞ്ഞ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക്, ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴി ആശുപത്രി കയറിയില്ല, ആശുപത്രി പോകാൻ ഇറങ്ങുമ്പോൾ ഇതെടുത്തിട്ട് ഇറങ്ങാം എന്ന് പറയുന്നത് മോഹൻലാൽ. എല്ലാവരും മരിച്ച വീട്ടിൽ പോകുന്നത് അറിയാതെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഈ ഉൾപ്പെട്ടതിന്റെ കാരണവശാൽ പോകുന്ന പോലെ അല്ല. ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് പോകുന്നുണ്ടെങ്കിൽ ഞാനത് ഇടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അതൊക്കെ ചെയ്യാൻ മോഹൻലാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ കേരളത്തിലെ ഇന്ത്യയിലൊരാളേ ഉള്ളൂ. എന്താണേലും യൂണിഫോം, അതുപോലെ തന്നെ ഇതുപോലത്തെ ആൾക്കാരോട് യൂണിഫോം ഒഴിവാക്കാൻ പറയണം. യൂണിഫോം ഈ പ്രാവശ്യത്തെ വലിയ സംഭവമായി പോയി. മോഹൻലാൽ ആള് കൊള്ളായാലും. ദുരന്തമുഖത്ത് എന്തൊക്കെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യേണ്ടത്, ഗവൺമെന്റ് ചെയ്യേണ്ടത്, ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ളൊരു ക്ലാസ് ഉണ്ട് ചെകുത്താന്റെ. അല്ലാതെ നാച്ചുറൽ കാലാമിറ്റീസ് ഓക്കെ, അത് ചിലപ്പോൾ നടക്കുന്നതിനെ പറ്റി സൂചനകൾ കിട്ടണം, അത് കിട്ടുമ്പോൾ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യണം. അത് മിലിറ്ററി ചെയ്താലേ നടക്കത്തുള്ളൂ. ഇവിടെ ലോക്കൽ അതോറിറ്റീസ് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അത് 2-3 പ്രാവശ്യമായിട്ട് എവിഡന്റ് ആണ്, ഫ്ലഡിൽ എവിഡന്റ് ആണ്, ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഈ ലാൻഡ് സ്ലൈഡിൽ എവിഡന്റ് ആണ്. ഇവിടെ ഒന്നും ഇവിടുത്തെ ലോക്കൽ അധികാരികൾക്ക് ഇത് അറിയാനോ പ്രവർത്തിക്കാനോ അറിയത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഈ 2 പരിപാടി കണ്ടാൽ മനസ്സിലാവും. ഇവർക്ക് എനിക്കറിയത്തില്ല, ഈ കാലാവസ്ഥ നിരീക്ഷണവും അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് ഇതും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ദുരന്തമാണെന്ന് പറയുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെകുത്താൻ ഈ ഉരുൾപൊട്ടൽ എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് കൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, കേട്ടോ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, ഈ പാറപ്പുറത്തിരിക്കുന്ന ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്ന മണ്ണ് ഉണങ്ങി ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇപ്പൊ ഇച്ചിരി കുതിർന്നാലും അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങളൊരു വലിയ ഒരു കാർഡ്ബോർഡിലോ വല്ലതുണ്ടല്ലോ, കാർഡ്ബോർഡ് വേണ്ട, ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടാക്കുക, ചുരുട്ടിയിട്ട് ഇങ്ങനെ ഈ കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ക്ലേ എടുത്തോ അല്ലെ മണ്ണ് കടലിൽ പോയിട്ട് ഇങ്ങനെ മണ്ണ് പൊത്തി വെക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഈ മറ്റേ ഷവർ പോലത്തെ വല്ല സാധനം വെച്ചിട്ട് ഇങ്ങനെ
ഒന്ന് നനയ്ക്കണം. അപ്പൊ ആദ്യം അതൊന്ന് സെറ്റായിട്ട് ഇരിക്കും. അത് വെച്ചാലൊന്നും അത് വീഴത്തുന്നില്ല. പക്ഷെ അത് കുറച്ചു നേരം അങ്ങ് പതുക്കിയാ വീഴുന്നെന്ന് വിചാരിക്കുക. അതിനൊരു കണക്കുണ്ടെന്ന് വെച്ചോ, എന്തെങ്കിലും കണക്ക് അതിന്റെ സൈസ് അനുസരിച്ചിട്ട്. എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മറ്റേ മാത്തമാറ്റിക്സ് ഒന്നും കൂട്ടി പറയണ്ട, അല്ലാതെ പറയാം. ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ മറ്റേ പറയാം. അപ്പൊ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഈ സാധനം നനഞ്ഞോണ്ടേ ഇരുന്നാൽ ഇത് വീഴത്തില്ല. പക്ഷെ കുറെ വെള്ളം ഒന്നിച്ചെടുത്ത് ഇതേപോലെ ഷവറായിട്ടാ അതിങ്ങനെ തമത്തണ്ട. കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വീണ് കഴിഞ്ഞാൽ ഇത് പതുക്കെ ഇങ്ങനെ താഴോട്ട് അങ്ങ് തെന്നി ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയ മലയായതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് അത്രയും വെള്ളം നിറഞ്ഞിട്ട് ഇത് തെന്നുക. ഈ പാറയുടെ അടിയിൽ പാറയല്ലേ, ഈ അടുത്ത ലെയർ വലിയ പാറയല്ലേ, അതിന് തെന്നി ഇങ്ങ് പോരും. അപ്പൊ ആ വെള്ളം അതിനകത്ത് അക്യുമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അത്രയും വെള്ളവും ഈ മണ്ണിന്റെ പല ഈ ചെളി, മണ്ണ്, കല്ല്, ഇതിരിക്കുന്ന എല്ലാ സാധനങ്ങളും, ഇതിന്റെ മുകളിൽ കല്ലുരുണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ തെന്നി ഒരു വരവാ. ആ തെന്നാൻ തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ ആ സൈഡിൽ നിന്നുള്ള ഇനി അതിന് താഴോട്ട് റോഡ് ഒന്ന് തെന്നാൻ തുടങ്ങും. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അതിൽ കൂടുതൽ സാധനം ഇങ്ങ് കൂടുക. ഇതിനകത്തോട്ട് ഇതിന്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. മോളിൽ നിന്ന് തുടങ്ങിയ 4 കല്ലായിരിക്കത്തില്ല, താഴെ വരുമ്പോൾ അതൊരു 16 കല്ല് കാണും. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു ദുരന്തം വരുന്നത് എങ്ങനെ, ഒരു ദുരന്തം വന്നാൽ എങ്ങനെ അതിനെ നേരിടണം, ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാം പരാജയമാണെന്നാ പുള്ളി പറഞ്ഞത്. സംഭവിക്കുന്നത് എങ്ങനെയാ നിനക്കറിയാം. നീ ഈ ഷവർ പിടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോണ്ട് ഈ മഴ കാണുമ്പോ ആ സെൻസ് വർക്ക് ചെയ്താൽ മതി. അവിടെ കണ്ട് ഇത്രയും വലിയൊരു ഷവർ വരുന്നുണ്ടെന്ന് ഇവന് മനസ്സിലാവണം. അപ്പൊ ഒന്ന് മനസ്സിലാവുന്നത് എന്താ, ഇത്രയും മഴ ഇവിടെ വന്നെങ്ങാനും പെയ്താൽ ഇവിടെ ഉള്ളവരെല്ലാം ചാവുമല്ലേ, ഇവിടെ ഇത്രയും സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മഴ തുടങ്ങുമ്പോൾ ആ തുടങ്ങുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മഴ പെയ്തു തുടങ്ങി, ഇവിടെ ഇത്രയും സ്പീഡിലാണ് വീണുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ നീ ഷവറിന്റെ ഇത് കൂട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ഇത്രയും പുരോഗമിച്ച ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ അറിയാത്തവരിയ്ക്കുന്നോണ്ടല്ലേ? അല്ലാതെ ഇതിന് എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെ ഇതിന് ഇമാർക്ക് സാറ്റലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? ഇത് അവിടെ നിന്ന് തുടങ്ങുമ്പോഴേ അറിയാം. എവിടാ ഈ മറ്റേ കടലിൽ നിന്ന് ന്യൂനമർദ്ദം ഉണ്ടായി, എന്നിട്ട് ഇത്രയും വലിയ മേഘങ്ങൾ വരുന്നു, മേഘ വിസ്ഫോടനമാണ് നടക്കാൻ പോകുന്നത്. ഈ മേഘം അവിടെ നിന്ന് മോളിൽ നിന്ന് കാണുന്നുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചു ഈ ഭൂമിയെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക? ഗൂഗിൾ എർത്തി നോക്കിയാൽ ചിലപ്പോൾ കണ്ടേനെ. നമ്മൾ അന്ന് നോക്കാൻ മറന്നുപോയതാണോ? നമ്മളൊക്കെ തെറ്റെന്ന് ചോദിക്കണം. അത്രയും വലിയ സാധനം ഇതുവഴി പാസ് ചെയ്ത് വരുമ്പോൾ ഈ മൊണ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുക, അത് തെറ്റാ. ഇത് മനുഷ്യൻ പകുതി ഇഗ്നോർ ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. കേരളത്തിൽ പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കത്തില്ല. അവിടെ DYFIയും KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ABVPക്കാരും മറ്റ് BJPക്കാരും എല്ലാവരും നമ്മുടെ രക്തം ഒന്നാണെന്ന് കരുതി അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഭിനേതാക്കൾ എല്ലാം തന്നെ നല്ല തുകകളും ഒക്കെ സ്പോൺസർ ചെയ്ത് ആ ദുരന്തമുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കേരള സമൂഹത്തിന് മുന്നിൽ ചെകുത്താനെക്കുട്ടുള്ള ഒരു ചെറിയ കീടം പറഞ്ഞാൽ ഒന്നും ഏൽക്കില്ല. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.